ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അങ്ങനെ ഫൈനലി ദിമിത്രിയോസ് ഡാമിൻ്റെ കോഴ്സ് ക്ലബ്ബ് വിട്ട കാര്യം ഇപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. ദിമി ക്ലബ്ബ് വിട്ടു. ദിമിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ താങ്ക് യു പോസ്റ്റും കാര്യങ്ങളൊക്കെ ദിമി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ആരാധകർക്കിടയിൽ. അപ്പോൾ ഈസ്റ്റ് ബംഗാളാണ് ഇപ്പോൾ സ്വന്തമാക്കാൻ പോകുന്നതെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായാലും താങ്ക് യു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുണ്ടായിരുന്ന ഫ്രാങ്ക് ദുവനും ക്ലബ്ബ് വിട്ട കാര്യം ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താങ്ക് യു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് താരങ്ങളും ക്ലബ്ബ് വിട്ട കാര്യം ഇപ്പോൾ ക്ലബിൻ്റെ ഭാഗത്ത് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരാധകരെ സംബന്ധിച്ച് വളരെ ദുഃഖപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന ന്യൂസ് അത് ദിമിയുടെ കൊഴിഞ്ഞു പോക്ക് തന്നെയാണ്. എല്ലാവർക്കും തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഡയമണ്ടാണ്. ഇപ്പോൾ ടോപ്പ് സ്കോറർ ഈ കഴിഞ്ഞ സീസണിലെ ISL ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോററാണ്, ISL ടോപ്പ് സ്കോററാണ്, ഗോൾഡൻ ബൂട്ട് വിന്നറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡയമണ്ടിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിട്ട് കളഞ്ഞിട്ടുള്ളത്. ഓക്കെ, പകരം ഇതുപോലെ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു സ്ട്രൈക്കർ അടുത്ത സീസണിൽ വരികയാണെങ്കിൽ ആരാധകരൊക്കെ ഓക്കെ ആയിരിക്കും. ബട്ട് അത് മറിച്ചാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും വേണ്ട. അല്ല, എന്തായാലും പ്രതിഷേധം ഉണ്ടാവും. അതാണ് ഉദ്ദേശിച്ചത്. പ്രതിഷേധം എങ്ങനെയായാലും ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇപ്പോൾ കരോലിസ് കിങ്സ് ആണെങ്കിൽ നമുക്കിപ്പോൾ അൽവാറോ പെരേര പോയപ്പോൾ ഇനി ഇതുപോലെ മികച്ച സ്ട്രൈക്കർ വരുമെന്ന് നമ്മൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ ദിമിയെ പോലുള്ള സ്ട്രൈക്കറിനെ എത്തിക്കാൻ സാധിച്ചു. ദിമി നമ്മുടെ അവിടെ ഗോൾഡൻ ബൂട്ട് വിന്നറായി. അപ്പോൾ അതുപോലെ തന്നെ കരോലിസ് കിങ്സിന് അതുപോലൊരു സ്ട്രൈക്കറെ കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അല്ലാത്ത പക്ഷം പ്രശ്നം തന്നെ ആയിരിക്കും. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സൈനിങ് അനൗൺസ്മെൻറ്റിനായിട്ട് കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 2-3-4 താരങ്ങളായിട്ട് പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരാനുണ്ട്. അപ്പോൾ നോഹ സദോയുടെ സൈനിങ് അനൗൺസ്മെൻറ്റിന് വെയിറ്റ് ചെയ്യുകയായിരിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് കൂടുതൽ ആരാധകരും എന്തായാലും. അപ്പോൾ ഇങ്ങനെ നോഹ സദോയി FC ഗോവ ഇട്ട കാര്യം ഇപ്പോൾ ഇന്ന് താങ്ക് യു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. FC ഗോവ നോഹ സദോയി ക്ലബ്ബ് ഇട്ട കാര്യമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് തന്നെ നോഹ സദോയിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ദിമി ക്ലബ്ബ് വിട്ടതിൽ പല ആരാധകർക്കും പല വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലബിനെതിരെ നല്ല രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിമിയുടെ ഈ താങ്ക് യു പോസ്റ്റ് ഒന്നോടൊപ്പം തന്നെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി, ഒന്ന് അറിയിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഇന്ന് തന്നെ നോഹ സദോയിയുടെ അനൗൺസ്മെൻറ്റ് വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. എന്തായാലും അത് കണ്ട് തന്നെ അറിയാം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ദിമിയുടെ ക്ലബ്ബ് വിട്ടുപോക്കും നോഹ സദോയിയുടെ സൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാത്തവരേക്കും ബൈ.